നമസ്കാരം. ഇന്നു മുതൽ പറയാൻ പോകുന്നത് യക്ഷിണികളുടെ മന്ത്രങ്ങളെക്കുറിച്ചാണ്. അതുപോലെ മന്ത്രസിദ്ധി വരുത്തുന്നതും യക്ഷിണികളെ കൊണ്ടുള്ള പ്രയോഗങ്ങളുമാണ്. ആദ്യമായി യക്ഷിണികളെക്കുറിച്ച് ചെറിയൊരു വിവരണം എല്ലാവർക്കുമായി തരുന്നു. അത് ഈ യക്ഷന്മാരും യക്ഷിണികളും ഭൂമിയുടെ അല്ലെങ്കിൽ നമ്മളുടെ ഈ തലത്തിന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ദേവതകളായിട്ടാണ് സങ്കല്പിക്കുന്നത്. അതുപോലെ തന്നെ ദേവതാ ചൈതന്യമുള്ള മൂർത്തികളാണ്. അതായത് നമുക്ക് ആരോഗ്യവും സമ്പത്തും എല്ലാം തരുവാൻ ശേഷിയുള്ള മൂർത്തികളാണ്. അത് നമ്മൾ ക്ഷേത്രത്തിൽ ഇപ്പോൾ കാളിയുടെ ക്ഷേത്രത്തിലാണെങ്കിലും ഉപദേവതയായ ഒരു യക്ഷിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ അത് ശക്തിയുടെ ഒരു അംശമുള്ള ദേവത കൂടിയാണ് യക്ഷിണികൾ എന്ന് പറയുന്നത്. സർവ്വ ഐശ്വര്യവും ധനവും അതുപോലെ എല്ലാ ഇതും തരാൻ ശേഷിയുള്ള ദേവതകളോടെയാണ് യക്ഷിണികൾ. വേഗം പ്രസാദിക്കുകയും ഭക്തന്റെ കാര്യങ്ങൾ എല്ലാം നിറവേറ്റി കൊടുക്കുകയും ചെയ്യുന്ന മൂർത്തിയാണ്. ഇന്ന് പറയുന്നത് ആദ്യമായി തന്നെ മദനമേഖല യക്ഷിണിയുടെ മന്ത്രവും പ്രയോഗവുമാണ്. കാരണം ഇപ്പോൾ പലരും കമന്റിൽ ചോദിച്ചു എങ്ങനെയാണ് യക്ഷിണി സാധനയെന്നും പിന്നീട് ഈ ഭൂമിയിൽ കുഴിച്ചിട്ടുള്ള കൂടോത്രം അല്ലെങ്കിൽ ആരെങ്കിലും ആഭിചാരം ചെയ്ത് സ്ഥാപിച്ചത് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന്. അപ്പോൾ അതിന് ചില ഉപാസകന്മാർ ചെയ്യുന്ന ഒരു വിദ്യയോടെയാണ്. അത് സാധാരണ ജ്യോതിഷപ്രകാരമാണ് കണ്ടുപിടിക്കുന്നത്. പ്രശ്നമാർഗത്തിൽ എല്ലാം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ്, എവിടെയാണ്, ദിക്കിലാണ്, എന്തിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് വരെ പറയാനുള്ള വിധികളുണ്ട്. എങ്കിലും ഇന്ന് പറയുന്നത് നമ്മൾ ഈ യക്ഷിണിയെ ഉപാസിച്ച് മദനമേഖല എന്ന് പറയുന്ന യക്ഷിണിയുടെ ഒരു പ്രത്യേകതയാണ് മനുഷ്യന് ഇങ്ങനത്തെ സിദ്ധികൾ പലതും കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ കർണപിശാചിനി അല്ലെങ്കിൽ കർണയക്ഷിണി എന്നുള്ള മൂർത്തിയുടെ അറിയാം. നമുക്ക് ചെവിയിൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഇൻറ്റ്യൂഷൻ പോലെ നമുക്ക് തരും. ഒരാൾ വന്നിരിക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ഒരു തോന്നൽ വരികയാണ്. അല്ലാതെ ചെവിയിൽ ശരിക്കും ഒരു സംസാരം കേൾക്കുന്ന പോലെയല്ല എന്നാണ് ഉപാസകർ പറയുന്നത്. ഒരു ഇൻറ്റ്യൂഷൻ സൃഷ്ടിക്കുക. അതുപോലെയാണ് യക്ഷിണികൾക്ക് മനുഷ്യരോട് ഏറ്റവും അടുത്ത് ഒരു ഫിസിക്കൽ എക്സ്പീരിയൻസ് പോലെ തരാനുള്ള ഒരു ശേഷിയുണ്ടെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മളുടെ ഫീലിംഗ് നമുക്ക് ശ്വാസമായിട്ടാണെങ്കിലും അങ്ങനെ ഒരു ഫീല് നമുക്ക് കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ യക്ഷിണിയുടെ ഒരു പ്രയോഗം ആണ് ഈ ഭൂമിക്കടിയിൽ ഉള്ള, അത് പ്രത്യേകിച്ച് ചെമ്പ്, വെള്ളി, സ്വർണം തുടങ്ങിയ സാധനങ്ങളിൽ കൂടോത്രം ചെയ്തിട്ട് സ്ഥാപിക്കുന്നത് പൊതുവെ കണ്ടുവരാറുണ്ട്. ഇപ്പോൾ CCTV ഒക്കെ വന്നതുകൊണ്ട് കുറവാണെങ്കിലും എങ്കിലും പല പ്രശ്നങ്ങളിലും പല കേസുകളിലും നമുക്ക് ഇപ്പോഴും കാണാം ഇതുപോലെ സ്ഥാപിച്ചിട്ടുള്ള കൂടോത്രങ്ങൾ. അതും കോഴിത്തലയ്ക്കകത്ത് ആയിരിക്കും മിക്കവാറും ചെമ്പിലും ഒക്കെയാണ് അത് ചെമ്പിൽ വെച്ചിട്ട് വഴുതവല്ലി കൊണ്ട് ചുറ്റിയൊക്കെയാണ് സ്ഥാപിക്കുന്നത്. അതൊക്കെ എടുക്കുവാനാണ് പണ്ടത്തെ കാലത്ത് ആളുകൾക്ക് ഇങ്ങനത്തെ സിദ്ധികൾ വളരെ ഉള്ളതുകൊണ്ടും അതുപോലെ ഒരു ആചാര്യന്റെ കൂടെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെയെല്ലാം എടുക്കുകയാണ്. ഇന്നിപ്പോൾ പെൻഡുലം കൊണ്ട് എടുക്കുന്നവരുണ്ട്. പിന്നീട് ഇപ്പോൾ ഡിറ്റക്ഷൻ, അതാണ് പൊതുവെ കണ്ടുവരുന്നത്. ഇപ്പോൾ നമുക്കാണെങ്കിലും പ്രശ്നങ്ങളിൽ ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇവര് ആ ആളുകളെ സമീപിച്ച് ഈ ഡിറ്റക്ടർ കൊണ്ട് വന്നാണ്. അതാകുമ്പം അത് കോപ്പർ സെലക്ട് ചെയ്ത് ചെമ്പിന്റെ തകിടുകളെല്ലാം ഭൂമിക്കടിയിൽ നിന്ന് ഡിറ്റക്ട് ചെയ്യുന്നതാണ്. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ എല്ലാം ചെയ്തു വരുന്നത്. അത് എടുക്കാൻ മാത്രം ഒരു കർമ്മിയെയോ അല്ലെങ്കിൽ ഒരു മാന്ത്രികനെയോ കൊണ്ടുവരും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഈ മാന്ത്രിക പ്രയോഗങ്ങൾക്ക് ഏറ്റവും ഉതകുന്ന ഒരു മൂർത്തിയുടെയാണ് മദനമേഖല യക്ഷിണി. അപ്പോൾ ഇന്ന് യക്ഷിണിയുടെ മന്ത്രസിദ്ധിയും ധ്യാനവും മൂലമന്ത്രവും പറയുന്നുണ്ട്. അതിനുശേഷം ഈ പ്രയോഗത്തെക്കുറിച്ചും പറയും. ആദ്യം തന്നെ പറയുന്നു, ഋഷി ഛന്ദസ് ദേവത. വിസ്രവ ഋഷി പങ്ക്തിച്ഛന്ദഃ യക്ഷിണീ ദേവത. ധ്യാനം. സുവർണപ്രഭാം രത്നഭൂഷാഭിരാമാം ജപാപുഷ്പസച്ചായവാസോയുഗാഠ്യാം ചതുർദിക്ഷു ദാസീഗണൈഃ സേവിതാഖ്രീം ഭജേ സർവസൗഖ്യപ്രദാം യക്ഷിണീം ത. അതായത് സ്വർണത്തിന്റെ നിറത്തോടു കൂടിയവളും രത്നങ്ങൾ പതിപ്പിച്ച ആഭരണങ്ങൾ കൊണ്ട് മനോഹരിയും അതുപോലെ ചെമ്പരത്തിപ്പൂ പോലെ ചുമന്ന 2 വസ്ത്രങ്ങൾ ഉടുത്തവളും ദാസിമാരും ഗണങ്ങളും കൂട്ടത്തിൽ 4 ചുറ്റും സേവ ചെയ്തുകൊണ്ടിരിക്കുന്നവളും എല്ലാ സുഖങ്ങളും നൽകുന്നവളുമായ യക്ഷിണിയെ ഞാൻ ഭജിക്കുന്നു എന്നാണ് ധ്യാനം. ഇനി മൂലമന്ത്രം. ഓം ക്രൗം മദനമേഖലേ നമഃ സ്വാഹ. ഇങ്ങനെയാണ് മൂലമന്ത്രം. ഇനി എങ്ങനെ സിദ്ധി വരുത്താം എന്ന് നോക്കാം. 2 രീതിയിൽ ഇതിന്റെ പ്രയോഗങ്ങൾ പറയുന്നുണ്ട്. പക്ഷെങ്കിൽ സിദ്ധി വരുത്തുന്നത് പൊതുവെ ഒരുപോലെയാണ്. ഏവം ദ്വത്വാ ജപേ ലക്ഷം ജപപുഷ്പൈർദശാംശത. മേൽപ്രകാരം നമ്മളിപ്പോൾ ആ പറഞ്ഞ മന്ത്രം ജപിച്ച് 1,00,000 ജപിക്കുകയും അതുപോലെ ചെമ്പരത്തിപ്പൂ 10,000 ഹോമിക്കുകയും
എന്നിട്ട് പൂജിക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ മന്ത്രം മൂർത്തി പൂർണ്ണസിദ്ധിയിലെത്തും. പക്ഷെ നമ്മളുടെ പ്രയോഗത്തിനു വേണ്ടി 2 രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അത് 2 തരം ചെടികളുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ 2 ചെടികളുടെയും അതിന്റെ ഇമേജ് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പ്രയോഗം പറഞ്ഞിരിക്കുന്നത് പ്രജപേതു യുധം നിത്യം സഹസ്രം ഹവനം ചരേത് മധൂക പുഷ്പൈർ മദ്ധാത്തൈ സത്കാഷ്ടൈശ്ച ഹുദാശനേ. അതായത് ദിവസവും ഇത് 10,000 ജപിക്കുകയും 1000 ഇരിപ്പപ്പൂവ്, അതിന് ഈ ബട്ടർ ട്രീ എന്നൊക്കെ പറയും, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരു ചെടിയാണ്. ആ പടം ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് തേനിൽ മുക്കി ഇരപ്പക്കാതിൽ കത്തിച്ച തീയിൽ മന്ത്രം ജപിച്ചു ഹോമിക്കണം. അതായത് ആ മരത്തിന്റെ തന്നെ തടി കത്തിച്ചു വേണം ഹോമിക്കാൻ. അങ്ങനെ 14 ദിവസം നമ്മൾ ഈ പറഞ്ഞ പ്രകാരം ആ ഇരിപ്പ മരത്തിന്റെ ചുവട്ടിൽ തന്നെ ഇരുന്ന് സേവിച്ചാൽ ദേവി പ്രസാദിച്ച് നമുക്കെല്ലാ സിദ്ധിയും തരും. എന്നിട്ട് ആ ഹോമം നടത്തിയതിന് ബാക്കിയുള്ള കുറച്ച് കരി എടുത്തിട്ട് നമ്മളത് അഞ്ജനമായിട്ട്, അഞ്ജനം എന്ന് പറയാൻ കൺമഷി, അഞ്ജനക്കല്ല് കിട്ടും, അതൊരച്ച് ആ കരിയും കൂടെ തേക്കുക. നമ്മൾ അങ്ങനെ അഞ്ജനം ഉണ്ടാക്കി വെക്കണം. ഈ അഞ്ജനവിധി തന്നെ വേറെ ഒരു രീതിയിലൂടെ ഒരു വഴിക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങളെ പറയുന്നു. അത് പറയുന്നത് ഈ 14 ദിവസം ഉച്ചമലരി വൃക്ഷത്തിന്റെ, ഉച്ചമലരി എന്ന് പറയുന്നത് ഈ ഒരു ചെടി പോലത്തെയാണ്. അത് വലിയ വൃക്ഷമാകുന്നതല്ല. ഈ ഉച്ചയ്ക്ക് മാത്രം വിടരുന്ന ഒരു പൂവുണ്ടാകുന്ന മരമാണ്. അതിന്റെ ചുവട്ടിലിരുന്ന് 10,000 ഇത് ജപിക്കുകയും 1000 തവണ നമ്മൾ ഇത് ഹോമിക്കുകയും ചെയ്യുക. ഇതിന്റെ പൂവ്, അത് ഹോമം ഒറ്റ ദിവസം നടത്തുന്നുള്ളൂ, ജപം 14 ദിവസം വേണം. ഇപ്രകാരം നമ്മൾ ചെയ്താൽ ഇതേ ആ ഹോമത്തിന്റെ നമ്മളതിന്റെ കരി കുറച്ചെടുത്ത് അഞ്ജനവുമായി ചാരിച്ചിട്ട് ഇത് അഞ്ജനമായി. ഈ അഞ്ജനം പ്രയോഗവിധിയിൽ പറയുന്നത്, ഈ അഞ്ജനം തൊട്ടുകൊണ്ട് നമ്മൾ ഒരു ഭൂമിയിൽ ചെന്ന് അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇൻറ്റ്യൂഷൻ വരും, എവിടെയാണ് ഈ വസ്തു സ്ഥാപിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഭൂമിക്കടിയിൽ എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടെങ്കിൽ ഒരു ഇൻറ്റ്യൂഷൻ കിട്ടും എന്നാണ് പൊതുവെ പറയുന്നത്. ഇതാണ് പ്രയോഗം. ഇത് യക്ഷിണിയുടെ ഒരു പ്രത്യേക യക്ഷിണിയുടെ ഒരു സിദ്ധിയാണ്. കർണയക്ഷിണിക്ക് കർണത്തിൽ മാത്രം പറയുന്ന പോലെ വദനമേഖലയ്ക്കാണ് ഒരു ദൃഷ്ടി, ഒരു എക്സ്ട്രാ സെൻസ് പോലെ സാധകര് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് യക്ഷിണിയുടെ പ്രയോഗങ്ങൾ ധാരാളം ഗുരുക്കന്മാരിൽ നിന്ന് മിക്കവാറും പഠിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കർണയക്ഷിണിയും വടയക്ഷിണിയും സേവിക്കുന്ന പോലെ മദനമേഖലയും ആരാധിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അവിടെ നിന്ന് പഠിച്ച് സേവിക്കുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും. അല്ലെ മന്ത്രം ദീക്ഷയായി വാങ്ങി സേവിക്കുക. പ്രയോഗം ഇങ്ങനെ തന്നെയാണ്. അഞ്ജനം ഉണ്ടാക്കുക, അഞ്ജനം പുരട്ടിയിട്ട് നമ്മളെ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ഈ സെൻസേഷൻ കിട്ടുമെന്നാണ് പറയുന്നത്.